അങ്ങനെ 46 ദിവസത്തെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ശേഷം സമാധാനത്തിലേക്കുള്ള നിർണായക കരാർ ഉണ്ടായിരിക്കുകയാണ്. ദിവസങ്ങളായി ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായിരിക്കുകയാണിപ്പോൾ. കരാറിന് ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകിയിട്ടുമുണ്ട്. 4 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിനാണ് കരാറായിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇസ്രായേൽ 4 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുന്നത്. എന്നാൽ താൽക്കാലിക വെടിനിർത്തലിന്റെ അർത്ഥം യുദ്ധം അവസാനിച്ചു എന്നല്ലെന്നും യുദ്ധം തുടരുമെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഈ വെടിനിർത്തൽ ഹമാസ് ബന്ദികളാക്കിയ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരുടെ മോചനത്തിന് വേണ്ടിയാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ വെടിനിർത്തലിന് പകരമായി ആദ്യഘട്ടത്തിൽ 50 ഇസ്രായേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. 30 കുട്ടികളെയും 20 സ്ത്രീകളെയുമാണ് ഇങ്ങനെ മോചിപ്പിക്കുക. 150 ബന്ദികളാണ് ഹമാസിന്റെ പിടിയിലുള്ളത്. ഒരു ദിവസം 12 ബന്ദികൾ എന്ന നിലയിൽ 4 ദിവസമായിട്ടാണ് മോചനം നടക്കുക. ഈ 4 ദിവസവും ഗാസയിൽ ഒരു തരത്തിലുള്ള ആക്രമണവും ഇസ്രായേൽ നടത്തില്ലെന്നാണ് കരാറുള്ളത്. കൂടാതെ 4 ദിവസത്തിന് ശേഷം കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുവാൻ ഹമാസ് തയ്യാറായാൽ വെടിനിർത്തൽ തുടരാമെന്നാണ് ഇസ്രായേലിന്റെ തീരുമാനം. ഈ കാലയളവിൽ ഇന്ധനങ്ങൾ ഉൾപ്പെടെ 300ഓളം ട്രക്കുകൾ ഗാസ മുനമ്പിലേക്ക് അനുവദിക്കും. കൂടാതെ ആക്രമണം നിർത്തുന്ന സമയത്ത് കൂടുതൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുവാൻ ഡ്രോണുകൾ ഉപയോഗിക്കുമെന്ന ചർച്ചയ്ക്കിടെ ഹമാസ് ആശങ്ക പ്രകടിപ്പിച്ചതോടെ പ്രതിദിനം 6 മണിക്കൂർ ഡ്രോണുകൾ പറത്തില്ലെന്നും ഇസ്രായേൽ സമ്മതിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ഇസ്രായേലികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് 150 പലസ്തീൻ സ്ത്രീകളെയും കുട്ടികളെയും ഇസ്രായേൽ മോചിപ്പിക്കുമെന്ന് സ്ഥിരീകരിച്ച് ഹമാസും ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. അതേസമയം ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ മരണം 14,000 കടന്നിരിക്കുകയാണ്. എന്തായാലും യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ താൽക്കാലികമായെങ്കിലും ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയതോടെ അത് വലിയ രീതിയിലുള്ള ആശ്വാസമാണ് ഗാസയ്ക്ക് നൽകിയിരിക്കുന്നത്.